കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ മഴ നനയാതിരിക്കാൻ കയറിയ കടയിൽ വെച്ച് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. കുറ്റിക്കാട്ടൂർ സ്വദേശി റിജാസ് ആണ് മരിച്ചത്. കടയിൽ ഷോക്കേൽക്കുന്ന പ്രശ്നമുണ്ടെന്ന് KSEB അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തിട്ടില്ലെന്ന് കടയുടമ ആരോപിച്ചു. സംഭവത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് കുറ്റിക്കാട്ടൂർ സ്വദേശി റിജാസിനെ കുറ്റിക്കാട്ടൂർ AWH കോളേജിന് സമീപത്തെ കടയിൽ വെച്ച് ഷോക്കേറ്റത്. മഴ നനയാതിരിക്കാൻ കയറി നിന്ന കടയിലെ ഇരുമ്പു തൂണിൽ നിന്നാണ് അപകടം സംഭവിച്ചത്. തൂണിൽ നിന്ന് ഷോക്കേൽക്കുന്നുണ്ടെന്ന പരാതി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെന്നും KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും ബന്ധുക്കളും കടയുടമയും ആരോപിച്ചു. തൊട്ടടുത്ത് 3 കാലുണ്ട്. പഴയൊരു ഷീറ്റിട്ട ഒരിതാണ്. മറ്റേ കടൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇതാക്കി GI പൈപ്പിൻ്റെ സെൻറ്ററത്തെ കാലിൽ പെട്ടെന്ന് പിടിച്ച സമയത്ത് ഇവന് ഷോക്കടിച്ച്. ഇത് ഫുൾ ടൈം തുറന്നു വെക്കുന്ന കടല്ല. ഇങ്ങനെ ആരെങ്കിലും വരുന്ന സമയത്താക്കുക. 17-ാം തീയതി ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തിക്കണം, ഇങ്ങനെ ഉണ്ടെന്നും പറഞ്ഞു കാണ്ടി. അത് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെയാണ്. രേഖാമൂലം KSEBക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളും കൊടുത്തേക്കണേ. ഇന്നലെ ഈ 9 മണിക്ക് ഈ ഫ്രണ്ടിനെ അടിച്ചപ്പോൾ വിളിച്ചും പറഞ്ഞേക്കണേ. എന്നിട്ടൊന്നും ആരും വരാനോ നടപടി എടുക്കാനോ ഇതാക്കാനൊന്നുമില്ല. പിന്നെ ഈ മരണം സംഭവിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് ഒരു രാത്രി 2 മണിക്കേറ്റ വന്നും കണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് പോയത്. സംഭവത്തിന് പിന്നാലെ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. വീഴ്ച കണ്ടെത്തി യാതൊരു വിട്ടുവീഴ്ചയില്ല, തീർച്ചയായിട്ടും നടപടിയുണ്ടാവും. കുറ്റിക്കാട്ടൂർ പുതിയോട്ടിൽ അലി മുസ്ലിയാർ നദീറ ദമ്പതികളുടെ മകനായ റിജാസ് +2 ഫലം അറിഞ്ഞതിനു ശേഷം ഏവിയേഷൻ കോഴ്സിന് പോകാനിരിക്കെയായിരുന്നു അപകടം. കൈരളി ന്യൂസ്, കോഴിക്കോട്.